IVFിന്റെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. ചികിത്സയ്ക്ക് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഡോക്ടർ? അപ്പോൾ ഇതിന് രണ്ടായിട്ട് അതിനെ പറയാം. അപ്പോൾ ഒന്ന്, IVF ട്രീറ്റ്മെൻറ്റിന് മുമ്പ് നമ്മൾ എന്തൊക്കെ തയ്യാറുകൾ എടുക്കേണ്ടത് എന്നുള്ളതും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരു IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. കാര്യം അതിനകത്ത് കൗൺസിലിങ്സ് ഉണ്ട്, വൈഫിന് 10 ദിവസത്തെ ഇഞ്ചക്ഷൻസ് ഉണ്ട്, മെഡിസിൻസ് എടുത്തു കഴിഞ്ഞ് എഗ് എടുത്ത് എംബ്രിയോ ആക്കി തിരിച്ച് എംബ്രിയോ ഉള്ളിൽ നിക്ഷേപിക്കുന്ന എംബ്രിയോ ട്രാൻസ്ഫർ ഉൾപ്പെടെ പ്രൊസീജിയേഴ്സ് അതിനകത്തുണ്ട്. അപ്പം ഒരു IVF കപ്പിൾ IVF ട്രീറ്റ്മെൻറ്റിന് റെഡി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫ് സ്റ്റൈൽ കുറേ മോഡിഫിക്കേഷൻസിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ആലോചിക്കാം, എക്സസൈസ്, ഡയറ്റ് കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നോക്കാം, എക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് എടുക്കാം. അപ്പം അങ്ങനെ ഒരു ഫെർട്ടിലിറ്റി കൺസൾട്ടൻറ്റിനെ കണ്ട് അവർക്ക് പ്രീ ട്രീറ്റ്മെൻറ്റ്, അതായത് IVFന് മുന്നേ എടുക്കേണ്ടതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുത്തിട്ട് വേണം ഒരു IVF ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം പുകവലി മദ്യപാനം ഉണ്ടെങ്കിൽ അത് ടോട്ടലായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഒരു 1, 2, 3 മാസം കഴിയുമ്പോൾ അതിനകത്ത് നല്ല വ്യത്യാസങ്ങൾ സ്പേമിന് വരും. കാര്യം ഈ പറഞ്ഞു, അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റേഷൻ കൂടുതലാവുകയും ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ അവിടെ സ്പേമിനകത്ത് വരാം. അപ്പം ഈ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മാറ്റി അവർക്കും വെയിറ്റ് റിഡക്ഷൻ ഒരു പരിധിവരെ ചെയ്യാം. അങ്ങനെ മരുന്നുകൾ എടുക്കാം, സ്പേമിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും DNA ഫ്രാഗ്മെൻറ്റേഷൻ കുറയാനായിട്ടുള്ള മരുന്നുകളൊക്കെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു 1 മന്ത് എങ്കിലും 1 to 2 months എങ്കിലും ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് ബിഫോർ IVF വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫെർട്ടിലിറ്റി ഒരു IVF ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു മാസം ഇന്ന കാര്യങ്ങളാണ് കഴിക്കേണ്ടത്, ഈ മെഡിസിൻസ് ആയിക്കോട്ടെ, അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചസ്, ഇതെല്ലാം പറയും. അതവർക്ക് ഫോളോ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൗൺസിലിങ്സ് ഉണ്ടായിരിക്കും. അപ്പം ആ പ്രൊസീജിയറിനെ പറ്റി കുറേ കൂടെ ഒരു അവയർനെസ്, എന്താണ് നമ്മൾ പ്രൊസീജിയറിൽ, എന്തൊക്കെ സ്റ്റെപ്സാണ് അതിനകത്തുള്ളത്, എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം കപ്പിളിന് കറക്റ്റായിട്ട് അത് അറിയാനായിട്ട് പറ്റും. വിജയശതമാന സാധ്യതയെ പറ്റി അറിയാനും അവരുടെ പെർട്ടിക്കുലർ കേസിനകത്ത് അതിനുള്ള പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളെ പറ്റിയൊക്കെ അറിയാൻ അവർക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർ കൗൺസിലിംഗ്, ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മളൊരു എംബ്രിയോളജി കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ നോർമൽ ജനറൽ കൗൺസിലിംഗ് ഉണ്ട്, ഡോക്ടേഴ്സിൻ്റെ കൗൺസിലിംഗ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു IVFനെ പറ്റി അവർക്കൊരു വീഡിയോ കൺസൾട്ടേഷൻസ് ഉണ്ട്, വീഡിയോ ആയിട്ടുള്ള എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പിൾ IVF ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറേ കൂടെ കപ്പിളിന് അത് കുറേ കൂടെ ഐഡിയ ഉണ്ടായിരിക്കും, എന്താണ് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ള കുറേ കൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള കാര്യം അതിനകത്ത് കിട്ടും. പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ പറഞ്ഞ IVFിൻ്റെ നൂതന രീതികളെ പറ്റിയുള്ളൊരു കാര്യം. അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യം. നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി രംഗത്തിൽ IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പല കപ്പിൾസിനും അറിയാവുന്നൊരു കാര്യമാണ് ഇപ്പം. അതായത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ്സ് കൂടുതലാണെന്നും അത് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ടെന്നുള്ള എല്ലാം കുറേ കപ്പിൾസിലെങ്കിലും തീർച്ചയായിട്ടും IVF ട്രീറ്റ്മെൻറ്റ് കാര്യം ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു 15 വർഷം മുന്നേ ഒക്കെ IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റി കാര്യമായൊരു ധാരണ കപ്പിൾസിലില്ലായിരുന്നു. വളരെ കുറച്ച് പേർക്ക് മാത്രം ചെയ്യാവുന്നതും അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ധാരണകൾ അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയാത്ത ഒരു കണ്ടീഷനിൽ നിന്നും വളരെ കൂടുതലായിട്ട് കപ്പിൾസ് അതിനെപ്പറ്റി അറിയാൻ അതിൻ്റെ അവയർനെസ് കൂടിയിട്ടുണ്ട്. കുറേ കപ്പിൾസ് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. IVF കേസ് നമ്പേഴ്സ് വളരെ കൂടുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ IVF ട്രീറ്റ്മെൻറ്റ് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ IVF ട്രീറ്റ്മെൻറ്റിനകത്ത് ഉണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫീൽഡ്, അതായത് ഫെർട്ടിലിറ്റി IVF ട്രീറ്റ്മെൻറ്റ് കുറേ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും കൂടെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നമുക്ക് സക്സസ് റേറ്റുകൾ കുറേ കൂടെ നന്നായിട്ട് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ നൂതനമായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ടാണ് കാര്യം സാധാരണ ഒരു നോർമൽ സാധാരണ ഒരു IVF ICSI ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു സക്സസ് റേറ്റ് വരാവോ, അതിനേക്കാട്ടിലും കുറച്ചും കൂടെ അഡ്വാൻസ്മെൻറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് സക്സസ് റേറ്റ്സ് വരാനുള്ള സാധ്യതകൾ കുറേ കൂടെ കൂടുതലാണ്. അത് പല രീതിയിൽ അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നുണ്ട്. എംബ്രിയോളജി പരമായിട്ടുള്ള രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്, ഇഞ്ചക്ഷൻസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, അത് ചെയ്യുന്ന ടെക്നിക്കിൽ വ്യത്യാസമുണ്ട്, അത് ചെയ്യുന്ന പ്രൊസീജിയർ സമയത്ത് ചെയ്യുന്ന കൊടുക്കുന്ന മരുന്നുകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന പല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രാക്ടീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. ലോകത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന സ്റ്റഡീസ്, അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരുന്ന ആ സ്റ്റഡികൾ നമ്മൾ ലോകത്തിലുള്ള പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനകത്ത് കോർത്തിണക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ശരാശരി IVF ICSI ട്രീറ്റ്മെൻറ്റിൽ നിന്നും കുറേ കൂടെ ഉയർന്ന രീതിയിൽ ചെയ്യാനും കുറേ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനും
കുറേ കൂടെ വിജയശതമാനം സാധ്യത പേഷ്യൻറ്റ് നൽകാനും അതുകൊണ്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അതിനൂതന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇൻ IVF ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറയുകയും നമ്മൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. ഇതിൻ്റെ റെലവൻസ് അതുകൊണ്ടാണ്.